എന്നെ അറിയാലേ? അപ്പച്ചൻ എന്തിയേ? അപ്പച്ചനോ? എന്റെ ഇളയമേ ബാസ്ത്യൻ. എടാ ബാസ്യ, നീ അങ്ങ് മുട്ടിലായി പോയല്ലോടാ. ആങ്ങളെ വന്നത് എന്റെ കൈ പൊള്ളിയത് ഒപ്പമായിരുന്നു. കൈ പൊള്ളിയോ? അവിടെ കൈ പൊള്ളി. ഈ നിൽക്കുന്നതാരാ? ബാസ്ത്യൻ. നീ ഒന്ന് വലുതായിപ്പോയല്ലോടാ. നീ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നോളൂ അപ്പച്ച. നെറ്റ്വർക്ക് സുഖമാണ്. അങ്കിള് സിലോണിൽ നിന്ന് ബോംബെക്ക് പോന്നപ്പച്ച. ഞാനും കൂടെ പോന്നു. ഇന്നുണ്ടാ ഇവരുണ്ടാ എന്തെല്ലാം ഉണ്ടോ നോക്കട്ടെ. അപ്പൻ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് നീ. ചേട്ടാനെ മലയാളത്തിൽ പറ, മനസ്സിലാവട്ടെ. ഇത് പോയാൽ ഞാൻ പറയപ്പെടുത്തിയടാ. ഞാൻ അറബിക്ക് പോവാണ്ട് കൊടുത്ത് ചതിക്കല്ലേടാ. ബോട്ടുകാരെന്താ വെള്ളത്തിലേക്ക് ഇട്ടത്? ഏതാണ്ട് ഇടുന്ന കണ്ടു. ഒരു കൂട് കണ്ടിട്ടാ വെള്ളത്തിൽ വരവരച്ചില്ല. വെള്ളത്തിൽ ആരെങ്കിലും വരക്കൂടാ, ബോട്ടിൽ വരയ്ക്കണ. ഓ, അത് ശരിയാണല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, ആ കൊമളെ അടയാളം വെച്ചേക്കാം. എന്നിട്ട് പോയിട്ട് തിരികെ വന്ന് കൊമളെ അടയാളം നോക്കി ഇവരെ പൊക്കിയെടുത്തോണ്ട് പോയി ചെയ്യാം. നമുക്കൊന്ന് നോക്കാവടാ. ഓ എന്തിനാ? കപ്പൽ ചാല മുങ്ങിയാൽ പിന്നെ കരകണ്ടില്ലെന്ന് വരും. നീ തുഴഞ്ഞ് ഞാൻ മുങ്ങാവടാ. കൈ നുര കാണുന്നതാ. ഒരു രക്ഷയുമില്ല. ഒന്നുകൂടി നോക്കട്ടെ, വിടാൻ പാടില്ല. വേഗം വിട്ടോ, പുറകിടിലേക്ക് വിട്ടോ. ഇനി സന്ധ്യ കഴിഞ്ഞ് കിടക്കാം. വേഗം വിട്ടോടാ. ഞാൻ ആ കലാസമിതിയുടെ വാതിക്കൽ കാണും. സ്റ്റെല്ല അങ്ങോട്ട് വന്നേക്കുമല്ലോ. വന്നേക്കാം. ബാസ്റ്റിന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പോസ്റ്റ്മാൻ പറഞ്ഞു. എവിടെ നിന്നാണെന്ന് പറഞ്ഞു? ഇല്ല. എവിടേക്കാ? ഞാൻ സിനിമ കാണാൻ പോവുക. വരുന്നോ? ഓ ഇല്ല.
എവിടെ പോകുന്നു? സിനിമയ്ക്ക്. വേണ്ട, സിനിമയ്ക്കൊന്നും പോകണ്ട. ആര് പറഞ്ഞു? ഒഴിയകത്ത് അകത്തും കൂടി. ഇനി നിന്നെ അങ്ങനെ അഴിച്ചു വിടാനും മറ്റും ഉദ്ദേശിക്കുന്നില്ല. പുറംകടലിൽ ചൂണ്ടയ്ക്ക് പോയിരുന്നു. ആടെ തീപ്പെട്ടി ഉണ്ടോ? എല്ലാം പോയി, സർവത്ര സ്വന്തം പോയി, 10 ലക്ഷം രൂപ സ്വർണം പോയി. My God! My God! What did he? What did he? My grandmother! My boy! My boy! My servant! Servant! 10 ലക്ഷം മരുമാനിൽ നിന്ന് സ്വർണം. My servant! My servant! My servant! 10 ലക്ഷം! 10 ലക്ഷം! 10 ലക്ഷം! My servant? Yes, servant. Wait. ഇന്നത്തെ ദിവസം എന്ത് ദിവസമാണെന്ന് നിനക്കറിയാം? ഞായറാഴ്ചയുടെ തലേ ദിവസം. പോയി മണ്ടി. ഇന്നത്തെ ദിവസം എന്ത് ദിവസമാണ്? പതിവുള്ളിടത്തൊന്നും അല്ലെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ ദിവസം ഒരു വലിയ ദിവസമാണ്. അതെ, നീ എത്ര പ്രസവിച്ചു? എത്ര പ്രസവിച്ചെന്നോ? നമ്മളറിയാതെ ഞാനും കണ്ട് പ്രസവിച്ചു. അപ്പൊ നീ ഒന്നേ പ്രസവിച്ചുള്ളൂ. നമുക്കൊരു കുട്ടിയേ ഉള്ളൂ. അതിനെ ഒന്ന് ചൊവ്വ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ല. എന്താണ് കാരണം? ദാരിദ്ര്യം. എന്നാൽ ആ ദാരിദ്ര്യം ഇന്നത്തോടുകൂടി അവസാനിച്ചടി. എന്തൊക്കെയായി പറയുന്നത്? എടി പെങ്കച്ചേ, സ്വർണത്തിന്റെ കട്ടികൾ ആരടി കിട്ടിയിരിക്കുന്നത്? സ്വർണത്തിന്റെ കട്ടികൾ, മീനല്ല. നാളെ ഈ നേരത്തെ നീ അതെടുത്ത് പൊക്കേണ്ടി വരും. നമ്മൾ എന്തൊക്കെയായി കേൾക്കുന്നത്? ഞങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് മുറയിലാ വർത്തമാനം. നേരാണോ അത്? നിങ്ങൾക്ക് ഏതാണ്ട് കിട്ടിയെന്ന് പറയുന്നു. ഞാനീ സന്തോഷിക്കാൻ ഒരുങ്ങിക്കോ. കാര്യം നേരാണ്. അന്നേരക്കൊരു സ്വർണത്തിന്റെ പാവാട തയ്പ്പിച്ചു തരാൻ പോണെന്ന് മരിയൻ എന്നോട് പറഞ്ഞു. എന്തൊക്കെയായി പറയുന്നത്? പാവായ നമ്മളുടെ നേർക്ക് ദൈവം തമ്പുരാൻ കണ്ണ് തുറന്നടി. എന്റെ കന്യാശ്രീ മാതാവി, ദൈവം തമ്പുരാൻ അറിഞ്ഞു തരുന്നാന്ന് പറയുന്നത് നേരാ പ്രസ്തീന. ഇല്ലെങ്കിൽ ഈ കല്യാണത്തിന് മുമ്പ് വേണമായിരുന്നു ഇത്. അനി, സർവശക്തനായ ദൈവം ഓരോ കാലത്ത് ഓരോ പരീക്ഷ അയക്കും. പക്ഷേ അതുകൊണ്ടൊന്നും അന്തം വിടരുത്.